തിരുവനന്തപുരം ചെന്തിട്ട ക്ഷേത്രത്തിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന ഫയർഫോഴ്സിന്റെ ഇലക്ട്രിക് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ക്ഷേത്രത്തിലെ നെയ്വിളക്കിൽ നിന്ന് തീ പടർന്നതാണോ എന്നും സംശയമുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ചെന്തിട്ട ക്ഷേത്രം എന്ന് പറയുന്നത്. നവരാത്രി ഉത്സവമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ട ക്ഷേത്രം. അതിലാണ് ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായതുപോലും. പക്ഷേ അതിൽ ഒരുപാട് സംശയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി അന്വേഷണം ഏത് രീതിയിൽ നടത്താനാണ് ദേവസ്വത്തിൻ്റെ തീരുമാനം? രജനി, ഇന്നലെ വൈകുന്നേരമാണ് തിരുവനന്തപുരം ചെന്തിട്ട ദേവീ ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നായിരുന്നു ഫയർഫോഴ്സ് പ്രഥമ ദൃഷ്ടിയ നൽകിയിരുന്നൊരു വിവരം. പക്ഷേ ഇത്തരത്തിൽ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിന് കാരണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചിട്ടുള്ളത്. കളമെഴുത്തുപുരയുടെ ഭാഗത്തായിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. ക്ഷേത്രത്തിന്റെ ഒരു വശം പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്വിളക്കിൽ നിന്നും തീ പടർന്നതാണോ എന്നൊരു സംശയമുണ്ട്. അത് അന്വേഷിക്കും. ദേവപ്രശ്നത്തിന് ശേഷം ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം തീപിടുത്തം നടന്ന സമയത്ത് തന്നെ കൗൺസിലറും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ഒക്കെ ദേവസ്വം ബോർഡിനെതിരെ ദേവസ്വം ബോർഡിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. കാരണം 100 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇലക്ട്രിക് വർക്ക് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല. ഒരു പഴയ ബൾബ് മാത്രമാണ് 2 സ്ഥലത്തായിട്ട് ഉള്ളത്. അതിൽ നിന്നും ഒരുപക്ഷെ തീ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല കാരണം. ഇത്തരത്തിൽ നെയ്വിളക്കിൽ നിന്നും തീ പടർന്നതാണ് കാരണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു തന്നെയാണ് ദേവസ്വം ബോർഡും ഉള്ളത്. ഈ വിഷയത്തിൽ എന്തായാലും ഫയർഫോഴ്സിന്റെ ഇലക്ട്രിക് വിഭാഗവും അതോടൊപ്പം തന്നെ മറ്റ് വിദഗ്ധരും തമ്മിലുള്ള അന്വേഷണം ഉടനെ തന്നെ കാണും. നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെന്തിട്ട ദേവീക്ഷേത്രം. നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ട് 300 ഉൾപ്പെടെയുള്ള ദേവതകളെ കുടിയിരുത്തുന്ന ഒരു പ്രത്യേകതയും ക്ഷേത്രത്തിനുണ്ട്. അപ്പോൾ ചരിത്രപ്രധാനമായും അതോടൊപ്പം തന്നെ ഹിന്ദു സംസ്കാരവുമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ ഉടനെ ആരംഭിക്കും, അല്ലെങ്കിൽ ഉടനെ തന്നെ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണവും പുനരുദ്ധാരണവും ഒക്കെ ആരംഭിക്കുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് അല്ല ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടാവാൻ കാരണം എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. രജനി.